ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഒരു കാര്യത്തിന് പകരമായിട്ട് വേറെ കാര്യങ്ങൾ അല്ലെ, അതിന് പകരം ഇങ്ങനെ ചെയ്യാം, ഇതിന് പകരം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയൂലേ. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ. ആ രീതിയിലുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷൻസ് എങ്ങനെ പറയാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. അപ്പോൾ ഗെറ്റ് റെഡി. ബസ്സിന് പോകുന്നതിന് പകരം നമുക്ക് നടക്കാം. ബസ്സിന് പോകുന്നതിന് പകരം നമുക്ക് നടക്കാം. അതിന് പകരം ഇങ്ങനെ ചെയ്യാം. ഇതെങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ബസ് വി ക്യാൻ വാക്ക്. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ബസ് വി ക്യാൻ വാക്ക്. ടി വി കാണുന്നതിന് പകരം നിനക്ക് ബുക്ക് വായിക്കാം. ടി വി കാണുന്നതിന് പകരം നിനക്ക് ബുക്ക് വായിക്കാം. ഇതെങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് ടി വി യു ക്യാൻ റീഡ് എ ബുക്ക്. ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് ടി വി യു ക്യാൻ റീഡ് എ ബുക്ക്. കണ്ടോ? ഈ ടി വി കാണുന്നതിന് പകരം നിനക്ക് ഒരു പുസ്തകം വായിക്കാം. കണ്ടോ? അപ്പൊ ടി വി കാണുക അല്ലെ, ടി വി കാണുന്ന വാച്ച് ദ ടി വി, വാച്ചിങ് ദ ടി വി എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണം നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് എന്നാണ് പകരം എന്നുള്ള രീതിയിൽ ആ ഒരു എക്സ്പ്രഷൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് എന്നതിന് ശേഷം വരുന്ന ആ വാക്ക് നമ്മൾ അവിടെ അതൊരു വെർബായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അതൊരു നൗൺ ഫോമിലാക്കിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കാണലിന് പകരം ടി വി കാണൽ, നടക്കൽ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ING ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് ടി വി, ആ ടി വി കാണലിന് പകരം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, യു ക്യാൻ റീഡ് എ ബുക്ക്. നിനക്ക് ഒരു ബുക്ക് വായിക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നീ ഇത് ചെയ്യുന്നതിന് പകരം നീ അത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നീലയ്ക്ക് പകരം അവൾ ചുവപ്പാണ് തിരഞ്ഞെടുക്കുന്നത്. നീലയ്ക്ക് പകരം അവൾ ചുവപ്പാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതെങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൂ ഷീ പ്രിഫേഴ്സ് റെഡ്. കണ്ട, ഇവിടെ രണ്ട് കളറുകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു പ്രത്യേകിച്ച് ഒരു വെർബ് വന്നിരിക്കുന്നത് പ്രിഫർ എന്ന് പറയുന്നത് മാത്രമാണ്. അത് രണ്ടാമത്തെ പോർഷനിലാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇതിന് ഒരു രണ്ട് ഭാഗങ്ങളുണ്ട് ഈ സെന്റൻസുകൾ. സെന്റൻസ് അല്ല, ഒരൊറ്റ സെന്റൻസ് ആണെങ്കിലും അതിന് ഒരു കോമയിട്ട് തിരിച്ചിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ പാർട്ടില് എന്താ പറയുന്നത്? നീലയ്ക്ക് പകരം. രണ്ടാമത്തെ പാർട്ടിലാണ് ഇവിടെ അവൾ തിരഞ്ഞെടുക്കുന്ന കാര്യം വന്നിരിക്കുന്നത് അല്ലെ, പ്രിഫേഴ്സ്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ബ്ലൂ ഷീ പ്രിഫേഴ്സ് റെഡ്. ബ്ലൂവിന് പകരം അവള് റെഡ് പ്രിഫർ ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി ചോറിന് പകരം ഞാൻ ചപ്പാത്തി കഴിച്ചു. ചോറിന് പകരം ഞാൻ ചപ്പാത്തി കഴിച്ചു. ഇതെങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് റൈസ് ഐ ate ചപ്പാത്തി. ഇൻസ്റ്റെഡ് ഓഫ് റൈസ് ഐ ate ചപ്പാത്തി. അപ്പൊ റൈസിന് പകരം, ചോറിന് പകരം ഞാൻ എന്തു തിന്നു? ചപ്പാത്തി തിന്നു, അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് റൈസ് ഐ ate ചപ്പാത്തി. ചായക്ക് പകരം ഞാൻ കാപ്പി കുടിച്ചു. ഇതെങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് ടീ ഐ ഡ്രാങ്ക് കോഫി. ഇൻസ്റ്റെഡ് ഓഫ് ടീ ഐ ഡ്രാങ്ക് കോഫി അല്ലെ. കുടിച്ചു എന്നുള്ളതാണ് ഡ്രാങ്ക്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ടീ ഐ ഡ്രാങ്ക് കോഫി. ഫ്രഞ്ചിന് പകരം അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. എങ്ങനെ പറയും? ഫ്രഞ്ചിന് പകരം അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഫ്രഞ്ച് ഭാഷയ്ക്ക് പകരം അവൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. എങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് ഫ്രഞ്ച് ഹി ലേൺസ് ഇംഗ്ലീഷ്. ഇൻസ്റ്റെഡ് ഓഫ് ഫ്രഞ്ച് ഹി ലേൺസ് ഇംഗ്ലീഷ്. കേട്ടോ? അപ്പൊ ഫ്രഞ്ചിന് പകരം അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ലേൺസ്, ലേൺ അവിടെ എസ് ചേർത്തത് ഹി ആയതുകൊണ്ടാണ്. ബീച്ചിൽ പോകുന്നതിന് പകരം നമ്മൾക്ക് പാർക്കിൽ പോകാം. ബീച്ചിൽ പോകുന്നതിന് പകരം നമുക്ക് പാർക്കിൽ പോകാം. ഇതെങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു ദ ബീച്ച് വി ക്യാൻ ഗോ ടു ദ പാർക്ക്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു ദ ബീച്ച്, ബീച്ചിൽ പോകുന്നതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ്. കണ്ട, ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു ദ ബീച്ച്. അടുത്ത പോർഷനിൽ വരുന്നത് നമുക്ക് കഴിയാവുന്ന ഒരു കാര്യം, അതിനേക്കാളും നല്ലതായിട്ട് വി ക്യാൻ ഗോ ടു ദ
പാർക്ക്. നമുക്ക് പാർക്കിലേക്ക് പോകാം. കണ്ടോ? ഇനി ഫോൺ വിളിക്കുന്നതിന് പകരം ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ വിളിക്കുന്നതിന് പകരം ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം. ഇതെങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ്, ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ഐ വിൽ ടെക്സ്റ്റ് യു. നമ്മൾ മെസ്സേജ് അയക്കുന്നതിന് നമ്മൾ ടെക്സ്റ്റ് ചെയ്യുക എന്നാണല്ലോ പറയുന്നത്. ഐ വിൽ ടെക്സ്റ്റ്, അത് ഫ്യൂച്ചറിൽ വരുന്ന കാര്യം, ഞാൻ അയക്കും എന്നുള്ളതാണ്. അപ്പൊ ഐ വിൽ ടെക്സ്റ്റ് യു. ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ഐ വിൽ ടെക്സ്റ്റ് യു. ഇറച്ചിക്ക് പകരം അവള് മീൻ കുക്ക് ചെയ്തു, മീൻ പാചകം ചെയ്തു. ഇതെങ്ങനെ പറയും? ഇറച്ചിക്ക് പകരം അവള് മീനാണ് പാചകം ചെയ്തത്. എങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് മീറ്റ് ഷീ കുക്ക്ഡ് ഫിഷ്. ഇൻസ്റ്റെഡ് ഓഫ് മീറ്റ് ഷീ കുക്ക്ഡ് ഫിഷ്. കണ്ട, മീറ്റിന് പകരം, മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാംസം അല്ലേ, മീറ്റിന് പകരം അവള് എന്ത് കുക്ക് ചെയ്തു? ഫിഷ് ആണ് കുക്ക് ചെയ്തത്. ഓക്കെ. പുതിയ കാറ് വാങ്ങുന്നതിന് പകരം ഞങ്ങൾ പഴയ കാറ് തന്നെ യൂസ് ചെയ്തു. പുതിയ കാറ് വാങ്ങുന്നതിന് പകരം പഴയ കാറ് തന്നെ ഞങ്ങൾ ഉപയോഗിച്ചു. അത് പൈസ ചെലവാക്കാതിരിക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ പുതിയ കാറ് വാങ്ങുന്നതിന് പകരം പഴയ കാറ് ഞങ്ങൾ യൂസ് ചെയ്തു എന്ന് എങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് എ ന്യൂ കാർ വി യൂസ്ഡ് ദി ഓൾഡ് വൺ. ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ്, ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ്, ബൈയിങ് എന്ന് വെച്ചാൽ എന്താണ്? ബൈ എന്ന് വെച്ചാൽ വാങ്ങുക. അപ്പൊ വാങ്ങലിന് പകരം, പുതിയ ഒരെണ്ണം, പുതിയൊരു കാറ് വാങ്ങലിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് എ ന്യൂ കാർ വി യൂസ്ഡ്, ഞങ്ങൾ ഉപയോഗിച്ചു. എന്തുപയോഗിച്ചു? ദി ഓൾഡ് വൺ, പഴയതിന്, പഴയ ഒരു കാർ ഉണ്ടായിരുന്നു അതിന് ഉപയോഗിച്ചു. ദി ഓൾഡ് വൺ. ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് എ ന്യൂ കാർ വി യൂസ്ഡ് ദി ഓൾഡ് വൺ. ഈ സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം അവള് സന്തോഷിച്ചിരിക്കാൻ തീരുമാനിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് സാഡ്. അപ്പൊ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ പറയുന്ന ബീയിങ് സാഡ്. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് സാഡ്, സങ്കടപ്പെട്ടിരിക്കുക. അപ്പൊ നമുക്ക് ബി എന്ന് പറയുന്നതിന്റെ ING ഫോമാണ് അവിടെ ബീയിങ് ഉപയോഗിച്ചേക്കണം. കണ്ട, നമ്മൾ സാധാരണ ടേക്കിംഗ്, ഗോയിങ്, ബ്രിങ്ങിങ് എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച് കണ്ടു ഇൻസ്റ്റെഡ് ഓഫിന്റെ കൂടെ. അതുപോലെ ബി എന്ന് പറയുക, ആ ഒരു ആയിരിക്കുന്ന അവസ്ഥയെ നമ്മൾ ബീയിങ് എന്നാക്കി മാറ്റി. കണ്ട, ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് സാഡ് അവൾ എന്ത് ചെയ്തു? ഇഷ്ടമായിരിക്കും എന്ന കാര്യം അവൾ തെരഞ്ഞെടുത്തു. ഷീ ചോസ്, തെരഞ്ഞെടുത്തു എന്നുള്ളതിന് ചോസ്. ചൂസ് എന്ന് പറയുന്നതിന്റെ കഴിഞ്ഞ കാല രൂപമാണ് എന്ത്? ചോസ്. അപ്പൊ ഷീ ചോസ് ടു ബി ഹാപ്പി, സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പൊ ടു ബി ഹാപ്പി. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് സാഡ് ഷീ ചോസ് ടു ബി ഹാപ്പി. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് സാഡ് ഷീ ചോസ് ടു ബി ഹാപ്പി. കണ്ടോ? സങ്കടപ്പെട്ടിരിക്കുന്നതിനേക്കാൾ സന്തോഷമായിട്ടിരിക്കുന്നത് അവള് തിരഞ്ഞെടുത്തു. കാണാനായിട്ട് പോകാതെ ഡോക്ടറിനെ കാണുക എന്നുള്ളത് നമ്മൾ കൺസൾട്ട് ചെയ്യുക എന്നല്ലേ. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതിന് പകരം അവൾ സ്വന്തമായിട്ട് സ്വയം ചികിത്സിച്ചു. ഇതെങ്ങനെ പറയും നമ്മൾ? ഇൻസ്റ്റെഡ് ഓഫ് കൺസൾട്ടിങ്, ഇൻസ്റ്റെഡ് ഓഫ് കൺസൾട്ടിങ് ദ ഡോക്ടർ, ഇൻസ്റ്റെഡ് ഓഫ് കൺസൾട്ടിങ് ദ ഡോക്ടർ അവൾ എന്ത് ചെയ്തു? ഷീ ട്രീറ്റഡ്, അവൾ ചികിത്സിച്ചു. ആരെ ചികിത്സിച്ചു? അവളെ തന്നെ. അപ്പൊ ഷീ ട്രീറ്റഡ് ഹെർസെൽഫ്. ഇൻസ്റ്റെഡ് ഓഫ് കൺസൾട്ടിങ് ദ ഡോക്ടർ ഷീ ട്രീറ്റഡ് ഹെർസെൽഫ്. ഓക്കെ. പഠിക്കുന്നതിന് പകരം ഞാൻ സിനിമ കണ്ടു. ഇതെങ്ങനെ പറയും? ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് ഐ വാച്ച്ഡ് എ മൂവി. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ്, സ്റ്റഡിയുടെ ING, സ്റ്റഡിങ്. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് ഐ വാച്ച്ഡ് എ മൂവി. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് ഐ വാച്ച്ഡ് എ മൂവി. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഇതുപോലെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഉപയോഗിച്ചിട്ട് പല പല സെന്റൻസുകളും ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് കോമയിട്ട് തിരിച്ച് 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അതുകൂടി ഉൾപ്പെടുത്തി പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.